ഞെട്ടൽ വിട്ടുമാറാതെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വലിയ ദുരന്തം അങ്ങനെ ഒഴിവായി. അത്ഭുതകരമായിട്ടാണ് ഈ വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത്. അവർക്ക് ആ നടുക്കം എപ്പോഴും വിട്ട് മാറിയിട്ടില്ല. വലിയ ദുരന്തമായേക്കാവുന്ന ഒരു അപകടം. ആ അപകടത്തിൽ നിന്നും തലനാഴിലേക്ക് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരും. 23 പേർ സഞ്ചരിച്ച വള്ളമാണ് മറിഞ്ഞത്. ശക്തമായ കാറ്റ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതായി അവിടെയുള്ള ആളുകൾ, നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വള്ളം കുലുങ്ങി, വള്ളം മറിഞ്ഞു. ആ വള്ളത്തിൽ പലരും തൂങ്ങിക്കിടന്നതുകൊണ്ടും ആത്മധൈര്യം ഉണ്ടായിരുന്നതുകൊണ്ടും വലിയ ദുരന്തം ഒഴിവായി എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു പ്രതികരണം. ഞങ്ങൾ പോരുമ്പോ ഒരു കാറ്റുമില്ല, ഒരു കുഴപ്പമില്ല. സുന്ദരമായിട്ട് സാധാരണ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ പോകുന്നത് ഒരു 10-20 മീറ്ററിൽ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഭയങ്കര കോളും ഇങ്ങനെ വെള്ളം ഇങ്ങനെ മറിഞ്ഞു പൊങ്ങി കോളും കൊണ്ട് വന്ന് സാധനം പെട്ടെന്ന് വെള്ളം മറിഞ്ഞു. അതാ സംഭവിച്ചത്. നടുക്കം വിട്ടുമാറിയിട്ടില്ല. കണ്ടു നിന്നവർക്കും ആ വള്ളത്തിൽ സഞ്ചരിച്ച ആളുകൾക്കും എല്ലാവരുടെയും പേരുവിവരങ്ങളൊക്കെ തന്നെ ആ വള്ളത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ, സഞ്ചരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഒരാളെ കാണാനില്ല. കണ്ണൻ എന്ന പേരുള്ള ഇച്ചിരി പ്രായമായിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അവിടെയുള്ള ദൃക്സാക്ഷികളൊക്കെ തന്നെ, ജനപ്രതിനിധികളൊക്കെ തന്നെ പറഞ്ഞതും ആ വിവരമാണ്. കണ്ണൻ എന്ന ഒരാളെ കാണാനില്ല, കൂട്ടത്തിൽ ഒരാളില്ല എന്ന് സഞ്ചരിച്ച ആളുകളും ഈ പാണാവള്ളി പ്രദേശത്ത് നിന്ന് വന്ന ആളുകളും ഒക്കെ തന്നെ അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. മുറിഞ്ഞ പുഴ, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ മുറിഞ്ഞ പുഴയിലാണ് അപകടം സംഭവിച്ചത്. ആ കെട്ടുവെള്ളം മറിയുകയായിരുന്നു. കടുത്ത കാറ്റ്, ശക്തമായ കാറ്റ് ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് ആ പ്രദേശവാസികളും കണ്ടുനിന്നവരും യാത്ര ചെയ്തവരും ഒക്കെ തന്നെ പറയുന്നത്. അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലിന്റെ അനുഭവങ്ങളാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ രക്ഷപ്പെട്ടവർക്ക് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ആ സമയത്ത് ആത്മധൈര്യത്തോടുകൂടി ആ വള്ളത്തിൽ തൂങ്ങിക്കിടന്ന ആളുകളുമുണ്ട്, അല്ലാതെ നീന്തി കരയിലേക്ക് കയറിയ ആളുകളുമുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കൂ. ഇപ്പോഴും അവർ ബന്ധുക്കളെയും ഒക്കെ തന്നെ ഫോണിലൂടെ വിളിച്ച് ആ രക്ഷപ്പെടലിൻ്റെ ആ അനുഭവങ്ങൾ വിങ്ങലോടുകൂടി, ഞെട്ടലോടുകൂടി, ഉത്കണ്ഠയോടുകൂടി പറയുകയാണ്. രക്ഷാകരം പോലെ തന്നെ ആ സാഹചര്യങ്ങൾ മാറിയില്ലായിരുന്നുവെങ്കിൽ കേരളം ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ്, ഈ ഉച്ച നേരം വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ സംഭവിക്കാത്തത് മഹാഭാഗ്യം. പക്ഷേ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൻ എന്ന പേരുള്ള ആളാണ് കാണാതായിരിക്കുന്ന വ്യക്തി. ദൃശ്യങ്ങൾ കാണാം. ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. നടുക്കം മുഖങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അവർക്ക് പോലും അറിയാത്ത പ്രതികരണമാണ് അവർ നടത്തുന്നത്. അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്ര വലിയൊരു പുഴ, ഇത്ര ഒഴുക്കുള്ള പുഴ, അടിയൊഴുക്ക് വളരെ ശക്തമാണ്. മഴക്കാലമാണ്. മറ്റ് കൈത്തോടുകൾ വഴിയൊക്കെ തന്നെയുള്ള വെള്ളം വന്ന് ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജലനിരപ്പ് ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു പുഴയായി അങ്ങനെ മുറിഞ്ഞ പുഴ മാറി. ആ പുഴയിലാണ് ഈ അപകടം സംഭവിച്ചത്. വൈക്കം ചെമ്പിൽ ഭാഗത്തിന് തൊട്ടടുത്താണ് ഈ പുഴയുള്ളത്.